എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് പാചകവാതകം ഉപയോഗിക്കുന്ന ആളുകൾ പാചകത്തിനായി നിലവിലെ അവസ്ഥയിൽ ഗ്യാസ് വില വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കെല്ലാം സന്തോഷകരമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെക്കുറിച്ചും ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇപ്പോൾ ഗ്യാസ് ബുക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ട്. 25 ദിവസത്തിൽ ഒരു തവണ മാത്രമാണ് ഇപ്പോൾ ഗാർഹിക സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ കഴിയുന്നത്. വാണിജ്യ സിലിണ്ടർ കൃത്യമായിട്ട് ലഭിക്കാത്ത ഒരു സ്ഥിതിയും ഉണ്ട്. ഈ ഒരു സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടി ജനങ്ങളെ വൈദ്യുതി പാചകത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. രാജ്യത്ത് വൈദ്യുതി പാചക രീതി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങുന്നതിന് പലിശ രഹിത സബ്സിഡി വായ്പകൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പാചകവാതക വിതരണത്തിലുണ്ടായ പ്രതിസന്ധിയും വിലക്കയറ്റവും സാധാരണക്കാരെ ബാധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നീക്കം. പൊതുമേഖലാ സ്ഥാപനമായ എനർജി എഫിഷ്യൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് EESL വഴിയാകും പദ്ധതി നടപ്പിലാക്കുക. ഉപഭോക്താക്കൾക്ക് ആദ്യം സ്റ്റൗ ലഭിക്കുകയും പിന്നീട് ആ സ്റ്റൗവിന്റെ യഥാർത്ഥ വില മാത്രം, അതായത് പലിശയില്ലാതെ ആ യഥാർത്ഥ വില മാത്രം അടച്ച് നൽകിയാൽ മതിയാകും. ലോക് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. വായ്പയുടെ പലിശ ഇനത്തിലുള്ള തുക ഈ കമ്പനികൾ സബ്സിഡിയായി നൽകുന്നതാണ്. 2023 ആരംഭിച്ച നാഷണൽ എഫിഷ്യൻസ് കുക്കിംഗ് പ്രോഗ്രാം NECP വിപുലീകരിച്ചുകൊണ്ടായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കുക. നിലവിൽ ഈ പദ്ധതിയിൽ പലിശ സബ്സിഡി ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴാണ് സബ്സിഡി ഉൾപ്പെടുത്തിയത്. അധിക ബാധ്യതയില്ലാതെ വൈദ്യുതി പാചക രീതിയിലേക്ക് മാറാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ LPG ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. ഇതിൽ 60% പശ്ചിമേഷ്യയിൽ നിന്നാണ്. ഇവ വരുന്നതും ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. ഇത് മൂലമാണ് പ്രതിസന്ധി ഉണ്ടായത്. നമുക്കറിയാം, ഇൻഡക്ഷൻ കുക്കർ പല ആളുകൾക്കും പേടിയാണ്, വൈദ്യുതി ചാർജ് അധികമാകുമോ എന്നുള്ളത്. പക്ഷെ നിലവിൽ വൈദ്യുതി വിദഗ്ധർ പറയുന്നത് ഇപ്പോഴുള്ള പാചകവാതക വില നോക്കുകയാണ് എങ്കിൽ വൈദ്യുതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ലാഭം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഇത് പൂർണ്ണമായും സൗജന്യമാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ തന്നെ മറ്റൊരു പദ്ധതിയിൽ ചേർന്നാൽ മതി. പാചകം സൗജന്യമാക്കുന്നതിനോടൊപ്പം വീട്ടിലെ കറണ്ട് ചാർജ് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടി സൂര്യഭവനം സോളാർ പദ്ധതിയിൽ ചേരുകയാണ് എങ്കിൽ 78,000 രൂപ വരെ സബ്സിഡി ലഭിക്കും. ഇതിനും നമ്മൾ ആദ്യം പണം നൽകണം എന്ന് നിർബന്ധമില്ല. പലിശരഹിത വായ്പ, ഈട് രഹിത വായ്പ ഇതിനും ലഭിക്കുന്നതാണ്. തവണകളായി അടച്ചു നൽകിയാൽ മതി. മാത്രമല്ല, മൊത്തം തുകയുടെ 78,000 രൂപ വരെ തിരിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡിയായി കയറുകയും ചെയ്യും. അങ്ങനെ സോളാറും നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കാവുന്നതാണ്. വൈദ്യുതി പാചകം പൂർണ്ണമായും അധികം ചെലവിലേക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. ഈ ഗ്യാസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. 2026 ഏപ്രിൽ മാസം പിറന്നതോടുകൂടി ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് നിശ്ചിത പാചകവാതകമാണ് ഓരോ ഗാർഹിക ഗുണഭോക്താവിനും ലഭിക്കുന്നത്. ഒരു വർഷത്തിൽ 12 സിലിണ്ടർ ആണ്. എന്നാൽ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്നവർക്ക് ഇപ്പോൾ 9 സിലിണ്ടറുകളാണ് ലഭിക്കുന്നത്. ഇതെല്ലാം കണക്കാക്കുന്നത് സാമ്പത്തിക വർഷാരംഭം മുതലാണ്. അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ മുതൽ മാർച്ച് വരെ ഈ 2026-27 സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഇനി മുതലാണ് എണ്ണി തുടങ്ങുക. നമ്മൾ ഏപ്രിൽ മാസത്തിൽ ഒരു ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ എടുക്കുകയാണ് എങ്കിൽ, ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി വാങ്ങുമ്പോൾ അതാണ് ഒന്നാമത്തെ സിലിണ്ടർ. പിന്നീട് അത് കഴിഞ്ഞ് വാങ്ങുന്ന സിലിണ്ടറാണ് രണ്ടാമത്തെ സിലിണ്ടർ. അത് എല്ലാ ആളുകളും മനസ്സിലാക്കുക. മറ്റൊന്ന്, KYC ചെയ്യാത്ത ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഉള്ളവർക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ ആ പദ്ധതിയിൽ നിന്നും ഒഴിവായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇനി സബ്സിഡി അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല. ആ പദ്ധതിയിലേക്ക് തിരിച്ചു കയറാനും സാധിക്കില്ല എന്നുള്ള വിവരമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഇതുവരെ KYC ചെയ്യാൻ കഴിയാത്ത ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സബ്സിഡി ലഭിക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, എല്ലാവരും
ഇപ്പോൾ KYC ചെയ്യണം. മുമ്പ് ചെയ്തിട്ടുള്ളവർ, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളവർ ചെയ്യേണ്ടതില്ല. ബാക്കിയുള്ള ചെയ്യാത്തവർ, അത് ഗാർഹിക സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാം ചെയ്യണം. മറ്റൊന്ന്, പൈപ്പ് ലൈൻ ഗ്യാസുകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൂടി പോകുന്നുണ്ട് എങ്കിൽ, അതിൻ്റെ കണക്ഷൻ നമ്മുടെ വീടുകളിലേക്ക് എടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് എടുക്കുകയും LPG കണക്ഷൻ ഒഴിവാക്കുകയും വേണം. PNGയിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ LPG കണക്ഷൻ കട്ട് ചെയ്യുകയും PNG ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഗ്യാസ് പൂർണ്ണമായിട്ടും നമ്മുടെ വീടുകളിൽ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി LPG ഗുണഭോക്താക്കളാണ് നമ്മുടെ പരിസരത്ത് PNG കണക്ഷൻ ഉണ്ട് എങ്കിൽ അതിലേക്ക് മാറണം. വീടുകളിലേക്കുള്ള ഗ്യാസ് പൈപ്പ് ലൈനിലൂടെ ആക്കണം എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസ് സിലിണ്ടറിന് ഇപ്പോൾ അധിക വില ഈടാക്കുന്നതും കരിഞ്ചന്തയിലൊക്കെ വിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 500 സിലിണ്ടറുകൾ പിടിച്ചെടുത്തിരുന്നു. വീടുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ഗ്യാസ് കിട്ടാതെയും ബാക്കിയുള്ള ആവശ്യക്കാർക്ക് വില കൂട്ടി ഏജൻസികൾ വിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാലോ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന് അധിക വില ഈടാക്കിയാലോ വിളിച്ചു പറയുന്നതിന് വേണ്ടി ഓരോ ജില്ലക്കും പ്രത്യേകം നമ്പർ ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറുകൾ ഏതെല്ലാം എന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ നമ്പറിൽ നമുക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.